എന്താണ് ആ മക്കാമ്? അള്ളാഹുവിനോട് സഹായം തേടുന്ന അവസ്ഥയ്ക്കൊരു മക്കാമുണ്ട്. ഇനി കുറെ ആ മക്കാമ് മർത്തബയായി രൂപം പ്രാപിച്ചു കഴിഞ്ഞാൽ അയാൾ അള്ളാഹിനോടും ചോദിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? അയാൾ ഹബീബിയായ മർത്തബയിലേക്ക് മാറി എന്നർത്ഥം. ഖലീലിയായ മർത്തബയിൽ നിന്നും ഹബീബിയായ മർത്തബയിലേക്ക് മാറുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലിയായ മർത്തബയിലായിരുന്നു. റസൂലുള്ളാഹി ഹബീബിയായ മർത്തബയിലായിരുന്നു. അതുകൊണ്ട് നബി തങ്ങൾക്ക് എന്ത് അംറ് ചെയ്യാനുള്ള അധികാരം അല്ലാഹ് കൊടുത്തു. അതുകൊണ്ടാണ് ബൈത്തുൽ ഖദ്സ് പള്ളിയിൽ നിന്നും എനിക്ക് എൻ്റെ മക്കയിലേക്ക് കിബിലയാക്കി തരണം ആവശ്യപ്പെട്ട് അല്ലാഹ് കൊടുത്തത്. കാരണം ഹബീബായതുകൊണ്ട്. അതേസമയം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, ഇബ്രാഹിമേ എന്ത് വേണം ഇപ്പോൾ? തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹ്, എനിക്ക് നീ മതി. നമ്രൂദിന്റെ തീക്കുണ്ടം ഭയങ്കരമാണ് ഇബ്രാഹിം, വല്ലാത്ത അഴിയ, അത് കിടക്കേണ്ടി വരും, എല്ലാം കരിഞ്ഞങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത് അറിയാമോ? നമ്രൂദിനെ തീക്കുണ്ടത്തിൽ ഇട്ടിട്ടുമില്ല, എന്നെ ശിക്ഷിച്ചിട്ടുമില്ലല്ലോ അല്ലാഹ്. പകയില്ല ആരോട്? നമ്രൂദിനോട്. എന്നെ തീക്കുണ്ടാരം എന്ന് പറയപ്പോൾ സാധനം നീ ലോകത്തുണ്ടാക്കിയവൻ നീയാണ്, എന്നെ സൃഷ്ടിച്ചത് നീയാണ്, തീയെ ഉണ്ടാക്കിയ നീയാണ്, നമ്രൂദിന് അധികാരം കൊടുത്തവൻ നീയാണ്, നീ തന്നെ എന്നെ തീയിലിടുന്നതും, പിന്നെ ഞാൻ എന്തിനാണ് ഭയക്കുന്നതല്ല? ഈ തൗഹീദിലേക്കാണ് ഇബ്രാഹിം നബി നമ്മളെ വിളിച്ചത്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലത്തെ ഒരാളല്ല. ഇബ്രാഹിം നബിയെയോ നൂഹ് നബിയോ ഈസയോ മൂസയോ എന്ന് പറയുന്നത് പോലെയുള്ള അവസ്ഥക്കാരല്ല പ്രവാചക പ്രഭു. മക്കാമൻ മഹ്മൂദുള്ള ആളാണ്. അതാകെ ഒന്നേ ഉള്ളൂ, അത് ഈ ലോകത്തോട് പരലോകത്തുമുണ്ട്. ഈ ലോകത്ത് തന്നെ അറിയപ്പെടുന്നത് മക്കാമൻ മഹ്മൂദ് അറിയപ്പെടുന്നത് മറ്റൊരു പേരിലും, അവിടെ അറിയപ്പെടുന്നത് വേറൊരു പേരിലുമാണ് എന്ന് മാത്രം. ആ മക്കാമൻ മഹ്മൂദ് എന്ന് പറയപ്പെടുന്നത് നമ്മൾ ചോദിക്കുന്നില്ല. മക്കാം മഹ്മൂദ് നമ്മൾ ചോദിക്കില്ല. മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ റസൂലുള്ളാഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകന്റെ മനസ്സെങ്ങോട്ടായിരുന്നു? ബൈത്തുൽ ഖദ്സിൽ നോക്കിക്കൈ റസൂൽ നമസ്കരിക്കുമ്പോഴും അവിടുത്തെ ഉള്ളിൽ വന്ന ഒരേ ഒരു ആഗ്രഹം, അല്ലാഹുവേ, ഞാൻ പിറന്ന വീണ മക്കയിലെ പരിശുദ്ധമായ കഅബ ശരീഫ് എനിക്ക് കിബിലയാക്കി കിട്ടിയിരുന്നു എങ്കിൽ എത്ര നന്നാവുമായിരുന്നു. ചിന്തിക്കുകയാണ് ഇങ്ങോട്ട് കൈ കെട്ടി നിന്നിട്ട്. നമസ്കാരത്തിലായിരിക്കവേ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നു. നബിയെ അല്ലാഹു പറയുന്നു, അങ്ങ് എവിടെയാണോ ഉദ്ദേശം അതങ്ങ് ആക്കിക്കൊള്ളാൻ. എന്താണിത്? ഹബീബിയായ മക്കാം. മനസ്സിലായില്ലേ? ഈ ദുനിയാവിലുള്ള മക്കാം എന്ന് പറഞ്ഞത്. കുറേ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിയെ തിരിഞ്ഞു വിശുദ്ധമായ മക്കയെ നോക്കി കിബിലയാക്കി നിസ്കരിച്ചു. ഇങ്ങനെ കൈയിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിക്കുക. ഇപ്പോൾ ഇത് കണ്ടു നോക്കിയ സഹാബാക്കൾ അതുപോലെ തിരിഞ്ഞു. നമസ്കാരം കഴിഞ്ഞപ്പോൾ അവരോ നബി സന്തോഷ വാർത്ത പറയുകയാണ്. പുഞ്ചിരിച്ച മുഖത്തോ റസൂല പറയുന്നു, എൻ്റെ സഹാബാക്കളെ, എൻ്റെ അടുക്കൽ അള്ളാഹു ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, സന്തോഷമായൊരു വാർത്ത പറഞ്ഞിട്ടുണ്ട്. ഓ പ്രവാചകരെ, ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും സൃഷ്ടാവായി എൻ്റെ തൃപ്തിയെ തേടുന്നു എന്ന്. എന്നാൽ നബിയേ, ഞാൻ അങ്ങയുടെ പൊരുത്തം തേടുന്നു ഹബീബേ. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു റസൂൽ പറഞ്ഞു, അന ഹസ്ലു ബിരിളാക യാ റസൂലല്ലാഹ്. ഈ ഹദീസ് ഗസാലി ഇമാം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വസായിലുൽ ഫിത്ര എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം, ഇത്തിബാ റസൂൽ എന്ന് പറയുന്ന അധ്യായത്തിൽ പറയപ്പെടുന്നു, അന അസ്ലു ബിരിളാക യാ റസൂലല്ലാഹ്.
അള്ളാഹുവിൻ്റെ ഹബീബേ, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടികളും സൃഷ്ടാവായ എൻ്റെ പൊരുത്തമാണ് തേടുന്നതെങ്കിൽ ഞാൻ സൃഷ്ടാവായ ഞാൻ നിങ്ങളുടെ പൊരുത്തം തേടുന്നു നബിയേ. കേട്ടോ വ്യത്യാസം. ഇത് ഹബീബിയായ മട്ടം, ഇതങ്ങനെയല്ല. അതിൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. മനസ്സുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ്. ആ റസൂലുള്ളാഹ് അങ്ങനെ നമസ്കാരം പൂർത്തീകരിച്ച് ഈ സന്തോഷ വാർത്ത അപ്പോൾ സഹാബാക സന്തോഷം പറഞ്ഞു. സന്തോഷമൊക്കെ തന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്, നിങ്ങൾ മടക്കി നിസ്കരിക്കണം. അതെന്താ? നിങ്ങൾ കറങ്ങിയ നമസ്കാരത്തിൽ മസ്അല 1 ഇതാണ് മഹലിലുള്ളത്. നിസ്കാരത്തിൽ 3 തൊട്ടാണെങ്കിൽ കൂടി പറയില്ലേ? ഈ റസൂലുള്ള തിരിഞ്ഞത് സ്വന്തം തിരിച്ചിലല്ല, ജിബ്രീൽ തിരിച്ചതാ. ഓല് തിരിഞ്ഞത് നബി തിരിഞ്ഞത് കണ്ടിട്ടാണ്. അതുകൊണ്ട് അവർ നിങ്ങൾ നിസ്കാരം മടക്കണം കേട്ടോ. എങ്ങനെ? ഇപ്പോഴല്ല, ഇനി നിസ്കാരങ്ങൾ നടന്നാൽ ഇങ്ങനെ അനക്കോ കൊടുക്കോ എന്നാൽ നിങ്ങൾ തിരിച്ച് മടക്കി നിസ്കരിച്ചോ. അപ്പോൾ അത് ഫിഖ്ഹിൻ്റെ ഒരു നിയമം അവിടെ നടപ്പായത് അപ്പോഴായിരുന്നു. മനസ്സിലായ? ഫിഖ്ഹിൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് പറഞ്ഞതെന്തറിയാമോ? ഞാനെങ്ങാനം ബൈത്തുൽ മുഖദ്ദിസിനെ തന്നെ കഅബമാക്കിയിരുന്നു എങ്കിൽ ഖബറിൽ കിടന്നാൽ ഞാൻ ദുഃഖിതനായിരിക്കേണ്ടി വരുമായിരുന്നു തന്നെ. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് അല്ലാഹ് കഅബത്ത് കിബിലയാക്കി തന്നു, അൽഹംദുലില്ലാഹ്. അല്ലെങ്കിൽ ഇപ്പോൾ ഉംറയും കൊണ്ട് പോയിട്ട് നടക്കുമോ ഷാജാനെ? ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ഉംറ പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാർജും കൂട്ടി എല്ലാം കൂട്ടി അവസാനം എല്ലാം കൊണ്ട് പോയി പലതുമായിട്ടൊക്കെ വരുമ്പോൾ ആൾക്കാരുടെ കാര്യം ഇടങ്ങാറായില്ലേ? 65,000, 70,000, 90,000, 4 ലക്ഷം, 5 ലക്ഷം വാങ്ങിച്ചിട്ട് ഇപ്പോൾ പല കാറ്റഗറിയിലേക്ക് ഹജ്ജ് ഉംറയും മാറ്റിക്കൊണ്ടിരിക്കുന്നു. VIP ഉംറ, VIP ഉംറ, ഇനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ ഇനി വരുമായിരിക്കും. ഇപ്പം എന്താ ഏറ്റവും കൂടുതൽ കാണുന്നത്? ഞാൻ പറയാം, എപ്പോഴും ഈ റോഡിൽ കയറി കാറിലൂടെ നമ്മുടെ വടക്കോട്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കാറിൽ യാത്ര ചെയ്താൽ കാണാൻ പറ്റുന്ന ആകെ 2 ബോർഡേ ഉള്ളൂ: ഹജ്ജ് ഉംറ സർവീസ്. ഞാനുടെ 2, ഇനി ഒന്നുണ്ട്. ഏത്? മൂലക്കുരു മരുന്ന് കൂടാതെ ചികിത്സിക്കും. തന്നെയാടാ ഇപ്പോൾ ഇതല്ലേ ഉള്ളൂ. ഏതെല്ലാം ലൈറ്റുള്ളോ ഇല്ലാത്ത പോസ്റ്റ് ഉണ്ട് അവിടെ നോക്കി കാണാൻ പറ്റും. മൂലക്കുരു മരുന്ന് കൂടാതെ ചികിത്സിച്ച് ഭേദമാക്കും. അൽഹംദുലില്ലാഹ്. എല്ലാവരുടെ മൂലത്തിലും കുരു വരട്ടെ, ദുആർദാതെ അവിടെ എത്തണം. അവലായിട്ട് ഒരു നോട്ടീസ് കൊടുക്കും: ഹജ്ജ് ഉംറ സർവീസ്, ഹറമിനോട് ചേർന്ന് താമസം. ഇനി കുറച്ചൊന്നും പറയുമ്പോൾ ഹറമിനകത്ത് കഅബത്തുള്ളിൽ താമസം. ഇപ്പോൾ അവിടെ സൗകര്യമുള്ളൂ. ഇപ്പം എല്ലാം സൗകര്യം ഉണ്ടല്ലോ അവിടെ. ഹജ്ജിലേക്ക് ഇറങ്ങി ഉംറയ്ക്ക് വേണ്ടി ഒരു കൂട്ടം പോകുന്നു. പാപം പൊറുക്കപ്പെട്ടവരായി തിരിച്ചു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇല്ലേ? ഇന്ന് കയ്യും വീശി ഉസ്താദിന്റെ കൂടെ പോകുന്നു, ഒരു കുട്ടിയുമായി തിരിച്ചു വരുന്നു ഉംറക്കാരി. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇതാ നിന്റെ കാര്യമല്ല പറഞ്ഞത്. പണ്ട് മൊയ്ലിയാർ വാദൂരം പറയില്ലേ, ഫാത്തിമ കഥ പറഞ്ഞ എൻ്റെയും കാര്യമല്ല പറഞ്ഞത് എന്ന് പറയും. പഠിക്കട്ടെ അല്ലേ? ഉംറയ്ക്ക് പോയി കൊണ്ടുപോയി, നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ അതല്ല അല്ലേ? ഉംറയ്ക്ക് പോയി, ഉംറ കഴിഞ്ഞു, ഗർഭിണിയായി തിരിച്ചു വന്നു. അൽഹംദുലില്ലാഹ്, ഫ്രീ ആയി. അല്ലാഹ് കൊടുത്ത ദാനമല്ലേ, മക്കത്തി വെച്ച കുട്ടിയല്ലേ പറഞ്ഞൂടെ? എന്നിട്ട് അതും കൊണ്ട് നോട്ട്സ് എഴുതണം. അടുത്ത ഉസ്താദ് എഴുതുമ്പോൾ അടുത്ത മാസം റബീഉൽ അവ്വൽ 12-ന് എൻ്റെ ഉംറ ഗ്രൂപ്പ്. മക്കളില്ലാത്തവരുണ്ടെങ്കിലും ഇല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നോ, ഫ്രീ ആയി മക്കളെ തരാം. 65 വേണ്ട താത്ത, നിങ്ങളെ കയ്യിൽ ഉള്ളത് കൊണ്ട് കൊടുത്താൽ മതി, ബാക്കി അങ്ങോട്ട് തന്നാൽ മതി എനിക്ക്. എന്നെ മൊയ്ലിയാരാജ് ഉംറ പറഞ്ഞെന്താ? ഇന്ന് എല്ലാം ഈ ഹജ്ജും ഉംറയും ഒക്കെ എന്താ? ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നു, ഉംറ പോയി തിരിച്ചു വന്നാണൊക്കെ സംഭവം എന്താ അറിയാല്ലേ?
പൊന്നുസ്താദ്, എനിക്കല്ല വന്ന ഭാഗ്യം ചില്ലറയൊന്നും അല്ല, പിന്നെ എന്താണ്, നോട്ടായിരുന്നു. ചില്ലറ കൊടുക്കാൻ അള്ളാൻ്റെ കയ്യിലില്ല, പിന്നെ നോട്ടായി കിട്ടി എനിക്ക്. ഞാൻ 7 വട്ടം അള്ള കുളിപ്പതിക്കരിച്ച്. അല്ലോ, നമ്മൾ എത്ര പ്രാവശ്യം, ഇപ്പോൾ പഴയകാലമല്ലല്ലോ, ഇപ്പോൾ പോയല്ലേ ഷാജാൻ, ഇപ്പോൾ പോയി എത്ര പ്രാവശ്യം കാത്തിന്ന് അടി കൊണ്ടിട്ടാണ് അകത്ത് കയറി പോകുന്നത്. നമുക്ക് 2 മിനിറ്റ് അത് തള്ളി പുറത്ത് വിടുന്നു. ഞാൻ അവിടെ പോയി ഉംറ ചെയ്ത്, ഉസ്താദ് എനിക്ക് കിട്ടിയ ഭാഗ്യം ചില്ലറയൊന്നുമല്ല, പിന്നെ എന്തോ ഒരു ഭാഗ്യം ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു എൻ്റെ എത്ര വട്ടകത്ത് കയറ്റിയെന്നറിയാം. ഞാൻ അവിടെയൊക്കെ ഇരുന്ന് നിസ്കരിച്ച് അവിടെ തന്നെ കിടന്ന് ഉറങ്ങി എന്നൊക്കെ പറയും. പിന്നെ കഅബത്തിനടുത്ത് ഞാൻ ഒരു 300 ഹജ്ജ് ഉംറയെങ്കിലും ചെയ്തിട്ടുണ്ട്. ആകെ നിന്ന 10 ദിവസമാണ്. ഇപ്പോഴാ ഷാപ്പിന്ന് മാർക്കമില്ല. അതെന്ത്? അത് കഴിഞ്ഞു, ഹജ്ജിൻ്റെ ക്വാളിറ്റി കീഴുന്നു. ഇനി അടുത്ത് പുതിയത് എന്ത് ഹജ്ജ്, എന്ത് ഉംറ? നീ മുസ്ലിമാ? നീ ആരും അള്ളാഹുവിനെ കളിയാക്കുന്നവനോ? ഇത് ഈ സമൂഹത്തിനടക്കം കാര്യം തന്നെ. അപ്പം ഞാൻ ഒറ്റ വിഷയം കൂടെ മുമ്പിൽ ഹദീസിൻ്റെ ആധാരമില്ലാത്ത ഒരു കാര്യവും പറയൂല, വ്യക്തമായ രേഖയില്ലാത്ത ഒരു വിഷയം സംസാരിക്കാനും വരില്ല. മനസ്സിലായ പറഞ്ഞത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് കരുണ ദുആ ചെയ്യാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതെങ്കിലും ചെയ്യണേ. പുന്നാർ റസൂൽ പറഞ്ഞില്ലേ, ഒന്നും കൊടുക്കാനില്ലാതെ നീ വീട്ടിലിരിക്കുമ്പോൾ നിന്റെ ഭവനത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്തെങ്കിലും തരണേ ചോദിച്ചാൽ പുറത്തിറങ്ങിയിട്ട് കൈപിടിച്ചപ്പോൾ, സഹോദര ഇന്നൊന്നും തരാനില്ലാത്ത ചുറ്റുപാടിലായിപ്പോയി, ഇൻഷാ അല്ലാഹ് തരാം എന്ന് ചിരിച്ചാൽ അതിന് സദക്ക എന്ന് റസൂലുള്ളാഹ്. ദുആകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഒരാൾ അപ്രത്യക്ഷനായിരിക്കുമ്പോൾ ദുആ ആണ്. നിങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? അപ്പം എന്താണ്, നമ്മൾ കാണാൻ പറ്റാത്ത ഒരു രാജ്യത്ത് കിടക്കുന്ന മുസ്ലിം സമൂഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരു മലക്കിനെ ഏൽപ്പിച്ച് ദുആ ചെയ്യുമെന്ന് ഇമാം ബുഖാരി ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ മൊയ്തീന്? ഉണ്ട്. അത് കിട്ടൂലേ? അതിന് വേണ്ടിയെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഈ ലഅനത്തെന്ന് പറഞ്ഞില്ലേ, എൻ്റെ സമുദായത്തിൽ പെട്ടവരല്ല നിങ്ങളെന്ന് പറഞ്ഞ ആ വാക്ക് നമ്മൾ ആ നോട്ടീസിൽ നിന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ ഉമ്മത്തിന് വേണ്ടി ദുആ ഇറക്കണം എന്ന് എന്നോടും നിങ്ങളോടും എനിക്ക് അത് മാത്രമേ എന്ന് പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാൻ. ദുആക്ക് നന്നായി ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇനി അതിനുള്ള ആഫിയത്ത് പോരെങ്കിലും വേണമെങ്കിൽ ചെയ്യത്തരേ ഉള്ളൂ. വേണോ നിങ്ങൾ കുറച്ച് വെള്ളം തരാം.